മാരുതി MDF വണ്ടികളുടെ സ്ലോ സ്പീഡിൻ്റെ കംപ്ലയിൻറ്റ് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ കാണുന്നത്. പഴയ മോഡൽ വണ്ടികളുടെ ഈ ഒരു കാണുന്ന ഭാഗമാണ് ത്രോട്ടിൽ ബോഡി. ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൽ കൂടെ എയർ വലിച്ച് അപ്പുറത്തേക്ക് കൂടെ കടത്തി വിടും. ആ ഹോളിൽ കൂടെ എയർ വലിച്ചിട്ട് മാനിഫോൾഡിൻ്റെ ഉള്ളിലേക്ക് എയർ വിടും. അതാണ് IAC വാൽവിൻ്റെ പരിപാടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രോട്ടിൽ അടഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഹോളിൽ കൂടെ ആയിരിക്കും എയർ എടുത്ത് വിടുക. അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിലുള്ള വാൽവ് അഴുക്ക് കയറി അടഞ്ഞു കഴിയുമ്പോഴാണ് ഈ സ്ലോ സ്പീഡ് കംപ്ലയിൻറ്റ് വരുന്നത്. അതായത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലോ സ്പീഡ് കൂടിയിരിക്കുന്നത് തന്നെ കുറയത്തില്ല, AC ഇട്ട് കഴിയുമ്പോൾ സ്ലോ സ്പീഡ് കൂടേണ്ടത് കുറയത്തില്ല. പിന്നെ ചില വണ്ടികൾക്കാണെങ്കിൽ ഏത് സമയത്ത് ഒരേ സ്ലോ സ്പീഡായിരിക്കും. സ്ലോ സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വേരിയേഷൻ പറഞ്ഞു. അങ്ങനെ വരാതിരിക്കുന്ന കംപ്ലയിൻ്റൊക്കെ ഈ വാൽവിൻ്റെ ഉള്ളിൽ കംപ്ലയിൻറ്റ് വരുന്നുണ്ടാണ്. ഞാനിപ്പോൾ ഊരുന്നതാണ് മാഗ്നറ്റിക് കോയിൽ. ആ കോയിൽ വഴിയാണ് ഈ വാൽവ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് എയർ എടുത്തിട്ട് മറ്റേ ഭാഗത്തിൽ കൂടെ എയർ കടത്തി മാനിഫോൾഡിൻ്റെ അകത്തേക്ക് വരും. ഇത് ഒരു കോയിൽ വഴിയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഈ ഹോളിൽ കൂടെ എടുത്തിട്ട് ഇപ്പുറത്തെ ഹോളിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ആ വാൽവ് സ്റ്റക്കായിരിക്കണമുണ്ട്. അതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചില്ലേ, അതിൽ കൂടെ എടുത്തിട്ട് ഇതിൽ കൂടെ എടുത്തിട്ട് ഇപ്പുറത്തെ ഹോളിൽ കൂടെ പുറത്തേക്ക് വന്നിട്ട് അതുവഴി കൺവേർട്ടായിട്ട് ഇത് മാനിഫോൾഡിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ നമ്മൾ ഈ അഴുക്ക് കയറി ഈ സാധനം റൊട്ടേറ്റ് ചെയ്യാണ്ട് വരിക. റൊട്ടേറ്റ് ചെയ്യാതെ വരുന്ന സമയങ്ങളിൽ ഒരേ RPM തന്നെ നിൽക്കുക. കൂടേണ്ട സമയത്ത് കൂടില്ല, കുറയേണ്ട സമയത്ത് കുറയത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ സ്ലോ സ്പീഡിൻ്റെ കംപ്ലയിൻറ്റും ഈ മൈലേജ് ഷോർട്ടേജും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ത്രോട്ടിൽ ബോഡി ഒന്ന് അയച്ചെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കറക്റ്റ് RPM നമ്മൾ രണ്ടാമതൊന്ന് റീസെറ്റ് ചെയ്യുക. അത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഭാഗം കേട്ടോ. അത് നല്ല വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ഈ സാധനം കയറ്റി പിടിപ്പിക്കുകയാണ്. ഇതാട്ടോ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വാൽവിൻ്റെ ഭാഗം, IAC വാൽവ്. പിന്നെ നമ്മൾ കയറ്റി പിടിപ്പിച്ചിട്ട് ഇവിടെ ഈ മാഗ്നറ്റിക് കോയിലിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് RPM സെറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ വേരിയേഷൻ തന്നെ നടന്നോളും. 3 സിലിണ്ടർ വണ്ടികളിൽ നമ്മൾ RPM സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വണ്ടി നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. നമ്മുടെ അടുത്തുള്ള ഒരു കസ്റ്റമറാണ്. 5 സ്പീഡ് 800 ആണ്. നല്ല സുഖമാണ് 5 സ്പീഡ് 800 ഓടിക്കാൻ. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ബിൽഡിങ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഓപ്പോസിറ്റാണ്. കാനറ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് കോലഞ്ചേരിയാണ് നമ്മുടെ വർഷം. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് പഴയ മോഡൽ വണ്ടികളുടെ ത്രോട്ടിൽ ബോഡിയാണ്. ഇപ്പോൾ പുതിയ മോഡൽ വണ്ടികളുടെ ഫുൾ ഓട്ടോമാറ്റിക് ത്രോട്ടിൽ ബോഡി ആയിരിക്കും. അപ്പോൾ അതിന് ഈ വാൽവ് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, ത്രോട്ടിൽ തന്നെയായിരിക്കും അതിൻ്റെ സിസ്റ്റം. പിന്നെ ബാക്കി വേറെ ബ്രാൻഡിൻ്റെ വണ്ടികളിലൊക്കെ ത്രോട്ടിൽ ബോഡിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. വാൽവ് ഉണ്ടെങ്കിൽ തന്നെ അത് വേറെ ടൈപ്പ് ആയിരിക്കും. പിന്നെ കൂടുതലും പുതിയ വണ്ടിയെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് ത്രോട്ടിൽ ബോഡി ആയിരിക്കും, ഫുൾ ഓട്ടോമാറ്റിക്. പിന്നെ ഡീസൽ വണ്ടികളുടെ കാര്യത്തിൽ കുറച്ച് ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് കേട്ടോ. ഓക്കെ.